ഹായ്, വീണ്ടും ഞങ്ങൾ ഇടമറ്റത്ത് നിന്ന് കോട്ടയത്തേക്ക് പോരുകയാണേ. ഞങ്ങൾ രാജാക്കാട് എത്തിയപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്ന് നിർത്തി. അവിടെ കയറി നല്ലതുപോലെ കള്ളപ്പവും ബീഫ് കറിയൊക്കെ കഴിച്ചു കേട്ടോ. നല്ല ചൂട് കള്ളപ്പവും ബീഫ് കറിയൊക്കെ ആയിരുന്നേ. അവിടുന്ന് വീണ്ടും യാത്ര തുടർന്നു. ഞങ്ങൾ നല്ല മഴയുണ്ട് കേട്ടോ, നല്ല മഴയുണ്ട്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരണ്ടേ. പാടിമാലിയൊക്കെ എത്തിയപ്പോഴത്തേക്കും ചെറിയൊരു ബ്ലോക്ക് കിട്ടി. പിന്നെ വണ്ടി പയ്യെ അവിടെ നിന്ന് എടുത്ത് തുടങ്ങി. അവിടെ ദൂരെ കണ്ടോ ചെറിയൊരു വാട്ടർഫോൾസും കോടയൊക്കെ ഇറങ്ങിക്കിടക്കുന്നു. കാണാൻ നല്ല ഭംഗിയില്ലേ. പിന്നെ അതൊക്കെ കണ്ട് ഇങ്ങനെ പതുക്കെ പോരുവാണ്. ഇവിടെ കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷേ ഇവിടുത്തെ ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി റിസ്ക്കാന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ നേര്യമംഗലം കാട്ടിൽ കയറി. അവിടെ ആ വാട്ടർഫോൾസിൻ്റെ അവിടെയാണിത്. അവിടെയും കോട ഇറങ്ങി കിടക്കുന്നു. വെള്ളമെല്ലാം ഇങ്ങനെ കലങ്ങി മറിഞ്ഞൊഴുകുകയാണ്. ടൂറിസ്റ്റുകളൊക്കെ ഇറങ്ങി നിന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനപ്പോൾ ചോദിച്ചു ഒന്ന് ഇറങ്ങിയാലോ എന്ന് ചോദിച്ചപ്പോൾ എന്നെ ഇങ്ങനെ ഒന്ന് നോക്കുക മാത്രമേ ചെയ്തുള്ളൂ. കാരണം ഇനി ചോദിച്ചാൽ ചീത്ത കേൾക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതൽ ചീത്തയ്ക്ക് പോയില്ല കേട്ടോ. വണ്ടിയിലിരുന്നു കൊണ്ട് തന്നെ പതുക്കെ വീഡിയോ എടുക്കാമെന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ വണ്ടി കുറച്ച് സ്ലോയാണ് പോയേ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസ് എടുക്കുവാണ്. ആ വാട്ടർഫോൾസിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എവിടെ നിന്നാണെന്നറിയില്ല നമ്മുടെ ഒരു ആന വണ്ടി കയറി വന്നു. അതുകൊണ്ട് പകുതി കൊണ്ട് ആന വണ്ടി പോയി. പിന്നെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ഞാൻ പതുക്കെ പോരും കേട്ടോ. അപ്പോൾ നേര്യമംഗലം എത്തിയപ്പോഴത്തേക്ക് ഞങ്ങളവിടെ ഒരു റിസോർട്ടിൽ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. അവിടെ നല്ല ഫുഡാണ്. ഇതിനു മുമ്പ് ഞങ്ങളവിടെ കയറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും കയറിയത്. അപ്പോൾ അവിടെ റിസോർട്ടും ഹോട്ടലും എല്ലാം കൂടെയാണ്. അപ്പോൾ അതിനകത്ത് കയറിയാൽ ഫുഡ് കഴിക്കുന്ന അവിടെ തന്നെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ കയറി. പിന്നെ ഫുഡ് വന്നു. നല്ല കുത്തരിച്ചോറും മുളകിട്ട മീൻകറിയും പപ്പടവും ക്യാബേജ് തോരനും കൊഴുവ വറുത്തതും പച്ചടി സാമ്പാർ മോര് കാച്ചിയത് നല്ല പായസം പിന്നെ ഒരു കൂട്ടുകറിയും കൂടെ. അവർ മിക്സഡ് ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്. മോള് അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരാൾ ചിക്കൻ ബിരിയാണി പറഞ്ഞു, ഒരാൾ പൊറോട്ട പറഞ്ഞു. വീഡിയോ എനിക്ക് ആരും എടുത്തു തരാനില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ധാരാളം കുറവുകളൊക്കെ ഉണ്ട്, നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. എല്ലാം ഒന്നിനൊന്നിന് ബെറ്ററായിരുന്നു. അപ്പം മോനതേ പൊറോട്ട പിച്ച് കീറിയിട്ട് അവൻ കഴിക്കത്തുള്ളൂ കേട്ടോ. അതെല്ലാം ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ അകത്തെല്ലാം നല്ലൊരു വ്യൂ ആട്ടോ, കാണാൻ മാത്രമുണ്ട്. അപ്പോൾ എല്ലാവരും പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നമ്മൾ യാത്ര തുടങ്ങുക കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഇത്രയും വെള്ളമൊന്നും ഇല്ലായിരുന്നു. തിരിച്ചു വരുമ്പോഴത്തേക്കും നിറഞ്ഞ് കിടക്കുക കേട്ടോ. അപ്പം മഴയുടെ ശക്തി എന്നതാണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ പതുക്കെ വീണ്ടും യാത്ര തുടർന്നു. ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പുതുപ്പള്ളി വന്നു. കാരണം പതുക്കെ പോകുന്നതാണ്, അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായിട്ട് വന്നത് കേട്ടോ. അവിടെ വന്ന് എല്ലാവരും ഒരു കാപ്പിയൊക്കെ കുടിച്ച് അവിടുന്ന് വീണ്ടും ഇറങ്ങി നമ്മുടെ വീട്ടിലേക്ക് പോവുക കേട്ടോ. 3-4 ദിവസത്തിന് ശേഷം വീണ്ടും നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.